ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ മഹാദൈവത്തിൻ്റെ കരുണയെ അഭയാചന കഴിച്ചുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ നല്ല ദിവസവും നമ്മെ നയിപ്പാൻ നമുക്ക് പര്യാപ്തമായ ദൈവത്തിൻ്റെ ആലോചന ദൈവം തന്നെ നൽകേണ്ടതിന് തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രേരണ നൽകേണ്ടതിന് എനിക്ക് നൽകിത്തന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ടുള്ള വാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് ഒത്തിരി സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പാകെ ദൈവത്തിൻ്റെ ആത്മാവെനിക്ക് തന്നിരിക്കുന്ന ദൈവാലോചന ദൈവം അന്തർലീനമാക്കിയിരിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. ദിനവൃത്താന്ത പുസ്തകം 27-ാം അധ്യായം, 2 ദിനവൃത്താന്തം 27-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 2 ദിനവൃത്താന്തം 27-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ തൻ്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ വഷളത്വം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പതിവ് പോലെ 3 ഭാഗങ്ങളുള്ള ഒരു വാക്യമാണ് 27-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. 1-ാമത്തെ ഭാഗം, അവൻ തൻ്റെ അപ്പനായ യോഥാം യഹൂദയിൽ രാജാവായി വാണ് തുടങ്ങിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരവലോകനമാണ് ഈ വാക്യത്തിനകത്ത് കാണുന്നത്. യോഥാം തൻ്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. സമാധാനമുള്ളൊരു വാക്കാണത്. നല്ല കാര്യം. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യമാണ്. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. കണ്ടോ, നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം ചെയ്തില്ലെന്ന്. യഹോവയുടെ ആലയത്തിലേക്ക് ആയുസ്സിൽ കിടന്നിട്ടേയില്ലെന്ന്. 3, ജനമോ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. നോക്കി, ജനമോ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനോട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ്. അദ്ദേഹം സാധാരണക്കാരനല്ല, രാജാവാണല്ലോ. രാജാവെന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവാണ്, ഒരു രാജ്യത്തിൻ്റെ തലവനാണ്, പ്രജകൾക്ക് മാതൃകയാകേണ്ട ആളാണ്, പ്രജകളുടെ ക്ഷേമത്തിനു വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ഒരു ശക്തനായ കരുത്തനായ തേരാളിയാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇസ്രായേൽ രാജ്യം യഹൂദ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലും ദൈവത്തിൻ്റെ കൺട്രോളിലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്നും ഇന്നും എന്നും ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ തലപ്പത്ത് നന്നായി നിലനിൽക്കാനോ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പ്രധാന ഭാഗം നന്നായി പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദൈവിക ബന്ധമുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ രാജ്യത്ത് ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച് ദൈവഹിതം അറിഞ്ഞ് ദൈവേഷ്ടപ്രകാരം മുന്നോട്ട് പോയെങ്കിലേ നടക്കത്തുള്ളൂ. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ യോഥാം നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ യഹോവയ്ക്ക് പ്രസാദമുള്ളതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആരെയും ദ്രോഹിക്കാതെ, പ്രജകൾക്ക് ബുദ്ധിമുട്ട് വരുത്താതെ, അവരുടെ മേൽ ഭാരം, പല രാജാക്കന്മാരും ഭാരങ്ങൾ ചുമത്തി. അങ്ങനെ പല വിധത്തിലും പല ഭാരങ്ങൾ ചുമത്തപ്പെട്ടതിൻ്റെ നൊമ്പരങ്ങൾ പ്രജകൾ വന്ന്, അല്ലെങ്കിൽ ജനങ്ങൾ വന്ന് പറയേണ്ടവരോട് പറഞ്ഞ ഭാഗങ്ങൾ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ യോഥാം എന്ന ഈ രാജാവ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, നല്ല മനുഷ്യൻ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവദോഷം ചെയ്യരുത് എന്ന് നാട്ടുകാർ സാധാരണ പറയാറില്ലേ, എന്നതുപോലെ ആർക്കും ദ്രോഹം ചെയ്യാതെ, ആരെയും പിണക്കാതെ, ആരുടെ ഒന്നും മോഹിക്കാതെ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നതിനാണ് ഈ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിന് നമുക്ക് ഈ മനുഷ്യന് 100 മാർക്ക് കൊടുക്കാം. നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. എല്ലാവരും നല്ല മനുഷ്യരല്ല, എന്നാൽ ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. നല്ല മനുഷ്യൻ എന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹം 100% മാർക്കോടുകൂടി വാങ്ങിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായാൽ മാത്രം പോരാ. അതാണ് ഈ ബൈബിളിൻ്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്ന്. നല്ല മനുഷ്യർ ഒത്തിരി പേരുണ്ട്. നാടിന് നന്മ ചെയ്ത, സമൂഹത്തിന് നന്മ ചെയ്ത, അയൽവക്കക്കാർക്ക് നന്മ ചെയ്ത
താൻ ഇരുന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് പേർക്ക് നന്മ ചെയ്ത നല്ല നല്ല മനുഷ്യർ ഒത്തിരി പേർ സമൂഹത്തിന് അങ്ങനെപ്പോലുള്ളവർ വേണം, നല്ല കാര്യം. പക്ഷേ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായാൽ മാത്രം പോരാ, ആത്മീകനായിരിക്കണം. ആത്മീകൻ എന്ന് പറഞ്ഞാൽ ദൈവീക കാര്യങ്ങളിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക എന്ന് പറയുന്നതും ആത്മീകനായിരിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടായി തന്നെ കാണണം. ആത്മീകനാകുമ്പോൾ ആത്മീക വിഷയത്തിൽ തൽപരനായിരിക്കണം. ആത്മീക വിഷയത്തിൽ ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഒത്തിരി പേർക്ക് നന്മയെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ തുള്ളുന്നില്ല, ഞാൻ വലിയ ഒച്ച വയ്ക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വന്നില്ല, ഞാനവിടെ പോയി ഇരുന്നില്ല, ഞാൻ അത് ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ടേ, അവർക്ക് ഈ വാക്യം പറ്റിയ വാക്യമാണെന്ന് എൻ്റെ വിചാരം. അവരോടുള്ള ദൈവത്തിൻ്റെ വാക്കോടെ ഞാൻ ചേർത്ത് പറയുക, നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ, ആത്മീകനായിരിക്കണം. ഇയാൾ ആത്മീകനല്ലായിരുന്നു എന്നത് ഷാജി പാസ്റ്റർക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ രണ്ടാമത്തെ ഭാഗം വായിച്ചാൽ മതി. കാരണം എന്താ, ഇയാൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നിട്ടേയില്ല. ഒരാത്മീകൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് പഠിക്കാം. നല്ല മനുഷ്യൻ വേറെ, ആത്മീകൻ വേറെ. ആത്മീകൻ പള്ളിയിൽ പോകുമെന്ന് ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ദൈവിക ആരാധന. അന്നത്തെ കാലത്ത് ആലയം ആണല്ലോ അവരുടെ ആരാധനയുടെ പ്രധാന കേന്ദ്രം. ഈ പുള്ളി ആയുസ്സിൽ ആലയത്തിൽ കയറിയിട്ടില്ല. പുള്ളിക്ക് അതിഷ്ടമല്ല. എനിക്ക് ഈ പള്ളിയും ഈ പറയുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. ഞാനത് വലിയ വിശ്വസിക്കുന്നുമില്ല. ദൈവമൊക്കെ മനസ്സിലാണ്, ദൈവമൊക്കെ അവനവൻ്റെ ഭക്തിക്കകത്താണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇന്നതുകൊണ്ടല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. തെറ്റിപ്പോകുമേ. ഇദ്ദേഹം ആലയത്തിനകത്ത് ആയുസ്സിൽ കയറിയിട്ടില്ല. ആലയത്തിനകത്ത് എന്തിനാണ് പോകുന്നത്? അത് നമ്മളും ചിന്തിക്കണം. എന്തിനാണ് നാം ഞായറാഴ്ച തോറുമോ അല്ലാതെ പ്രത്യേക സമയത്തോ സഭ എന്ന് നമുക്ക് വിളിക്കാം, അവിടെ എന്തിനാണ് പോകുന്നത്? ആത്മീക വർധനയ്ക്ക്, ആത്മീകനായതുകൊണ്ട് കൂട്ടായ്മ ആചരിപ്പാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കാൻ. ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരാത്മീകനായിരിക്കുന്ന മനുഷ്യൻ ആത്മീകമായി ചെയ്യപ്പെടേണ്ട ഒരുപാട് കൽപ്പനകൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ആലയത്തിൽ കിടന്നില്ല എന്നൊരൊറ്റ വാക്കിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ആലയത്തിൽ കിടക്കാതെ ഒരു യാഗം കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ മനുഷ്യൻ ആയുസ്സിൽ യാഗം കഴിച്ചിട്ടുണ്ടാകില്ല. ആലയത്തിൽ കിടക്കാതെ ഈ അന്നത്തെ വ്യവസ്ഥകൾ, പെരുന്നാളുകൾ, ഇസ്രായേലിന് ദൈവമായ കർത്താവ് കൽപ്പിച്ചു കൊടുത്ത 7 പെരുന്നാളുകൾ അന്നത്തെ, അത് സെർമോണിക്കലായിട്ട് ലോകത്തിൽ എവിടെ ഒരു യഹൂദനുണ്ടോ അവനോട് വന്ന് പങ്കെടുക്കണമെന്നുള്ളതാണ് ദൈവം വെച്ചിരിക്കുന്നത്. ദ അപ്പോയിൻറ്റഡ് ഡേ എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാ യഹൂദനും അവിടെ വരാൻ വേണ്ടി ദൈവം അപ്പോയിൻറ്റ് ചെയ്തിരിക്കുക. പക്ഷെ ആലയത്തിൽ കിടക്കാതെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും വിഷയമല്ലായിരുന്നെന്ന്. യാഗങ്ങൾ വിഷയമല്ല, ഉത്സവങ്ങൾ വിഷയമല്ല, ഇതൊന്നും വിഷയമല്ല. അതൊന്നും എന്നോട് പറയരുത്. ഞാൻ ആർക്കും ദ്രോഹം ചെയ്യുകയില്ല. അങ്ങനെ പറയുന്ന പിള്ളേർ നമ്മുടെ വീട്ടിൽ കാണും. ഞാൻ അമ്മ വിളിക്കുന്നുള്ളതും പ്രാർത്ഥനയ്ക്കൊന്നും പറ്റില്ല. എൻ്റെ അടുത്തേക്ക് ആരും പ്രാർത്ഥിക്കാനും വിളിച്ചുകൊണ്ട് വരരുത്. അത് ഞാൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. ഞാൻ വരും. ശരിയാണ്, നിങ്ങളുടെ മോൻ നല്ല തങ്കക്കുട്ടനാണ്, നല്ല മോനാണ്. പക്ഷെ അവൻ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ, ഞാൻ മൂന്നാമത്തെ കാര്യം പറയാൻ പോവാ. അതുകൊണ്ട് എന്നെ പാസ്റ്റർ കുഴപ്പം തന്നെ, അവിടെ ആലയത്തിൽ പോയില്ല അങ്ങേര്, എന്നെ കുഴപ്പം. അതിൻ്റെ കുഴപ്പമാണ് മൂന്നാമത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ എഴുതേണ്ട കാര്യമില്ലല്ലോ. ജനമോ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ എഴുത്തിൻ്റെ ശൈലി തന്നെ കണ്ടോ. ജനം വഷളത്വം പ്രവർത്തിച്ചു എന്ന് എഴുതിയാൽ പോരെ, ജനമോ എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം മുകളിലത്തെ വാക്കുമായിട്ട് അതിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന വാക്ക് പോലെയല്ലേ, ലിങ്കല്ലേ അത്. അങ്ങനെ വേണ്ടേ ഭാഷാശൈലി മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു രാഷ്ട്രത്തലവൻ ആത്മീകനല്ലെങ്കിൽ ജനം ജനത്തിൻ്റെ ബോധിച്ച വഴിയിലൂടെ നടക്കും. അവർക്കിഷ്ടമുള്ളത് ചെയ്തു, അവർ വഷളത്വം പ്രവർത്തിച്ചു. ഞാനിങ്ങനെ രാജാവൊന്നുമല്ലോ നമ്മൾ. ഒരു വീട്ടിലെ അപ്പൻ ആത്മീകനല്ലെങ്കിൽ തലമുറ ബോധിച്ചതുപോലെ വഷളത്വം പ്രവർത്തിക്കും. അമ്മ ആത്മീകയല്ലെങ്കിൽ പിള്ളേർ ആ കുടുംബത്തിൽ, ഇവിടെ രാജാവും പ്രജകളും, അതാണ് രാജാവും ജനമെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ രാജാവും രാജ്ഞിയൊന്നുമില്ല, അപ്പനും അമ്മയും 2-3 പിള്ളേരും ഉള്ളൂ. അപ്പം അപ്പൻ പള്ളി പോകാത്തവനാണെങ്കിൽ, അപ്പൻ ആത്മീകനല്ലെങ്കിൽ, അപ്പൻ ഞായറാഴ്ച രാവിലെ കമ്പ്യൂട്ടറും കളിച്ച് മൊബൈലും നോക്കിയിരിക്കുകയാണെങ്കിൽ ഓർത്തോളണം, അതിൻ്റെ തിക്താനുഭവം നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണേണ്ടി വരും.
ഞാനതിൻ്റെ മറുവശം പറയാം. എനിക്കതാ ഇഷ്ടം. മറുവശം പറയാം. ഒരു വീട്ടിലെ അപ്പൻ ആത്മീകനാണെങ്കിൽ, അവൻ ആത്മീക കാര്യത്തിൽ ശുഷ്കാന്തിയുള്ളവനാണെങ്കിൽ, ദൈവസഭയുടെ കാര്യത്തിൽ എരിവുള്ളവനാണെങ്കിൽ, സുവിശേഷ തൽപരനാണെങ്കിൽ, ആത്മീക കൂട്ടായ്മയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവൻ, സഭയുടെ തൂണായി എണ്ണപ്പെട്ടവൻ, ദൈവദാസന്മാർക്ക് കൈത്താങ്ങലായിരിക്കുന്നവൻ, സുവിശേഷ പ്രചരണത്തിനൊരു ദേശത്ത് ദൈവത്തിൻ്റെ സഭ നിലനിൽപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നവനാണെങ്കിൽ ഓർത്തോ, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവൻ്റെ കുടുംബാംഗങ്ങൾ ആർക്കും തലവേദനയാകില്ല. നല്ല മനുഷ്യനൊക്കെ അയക്കൂ, പക്ഷെ അടുത്ത ജനറേഷനെ ആത്മീകത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ അപ്പൻ ആത്മീകനാകണം, അമ്മ ആത്മീകനാകണം, ഒരു സ്ഥാപനം നടത്തുന്നയാൾ ആത്മീകനാകണം, രാഷ്ട്രത്തലവന്മാർ പോലും ആത്മീകനാകണം. ഇല്ലെങ്കിൽ നല്ല മനുഷ്യൻ വേറെ, ആത്മീകൻ വേറെ. ഞാൻ അവസാനിപ്പിക്കാം. ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണും. പ്ലീസ്, നല്ല മനുഷ്യരെ, നല്ലവരിൽ നല്ല മനുഷ്യരെ, നിങ്ങൾ ആത്മീകരും കൂടിയാകുക. അത് ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ മനുഷ്യ സഹജമായിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത തലമുറ, നിങ്ങളുടെ സർക്കിൾ, നിങ്ങളുടെ അകത്ത് നിൽക്കുന്ന ആളുകൾ, നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ ആത്മീകനാണെങ്കിൽ അവർ നന്നായിക്കോളും, അവരത് കണ്ട് മാതൃകയാക്കിക്കോളും, അവർ ദ ബെസ്റ്റ് ആയിക്കോളും. തീരുമാനിക്കാം, ചിന്തിക്കാം. ഈ യോദ്ധാമിൻ്റെ ചരിത്രം വെച്ച് നമ്മുടെ ചരിത്രം ഒന്ന് തിരുത്താം. മനസ്സുണ്ടെങ്കിൽ ഈ വാക്യം ഗഹന ചിന്തയ്ക്ക് 2025 എടുത്തുകൊള്ളുക. ഭയങ്കര മാറ്റം ജീവിതത്തിലും വീട്ടിലും തലമുറയിലും വരുത്തിക്കൊള്ളുക. ആത്മീകനല്ലാതെ നടന്നിട്ട് പിള്ളേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മയെ ഏൽപ്പിച്ച് അവിടെ എവിടെയും കൊടുത്തു വിട്ടതുകൊണ്ട് കഥയില്ല കേട്ടോ. ആത്മീയനാക്കിക്കോ, ആയിക്കോ. നിങ്ങളുടെ വീട്ടിലെല്ലാവരും വഷളത്തം വിട്ട് ദൈവത്തിലേക്ക് തിരിയും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ആത്മീയത്തിന് അത്ര പവറുണ്ട്. ആളുകളെ, നിൻ്റെ കൂടെ നിൽക്കുന്നവരെ, കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്യത്തിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടു കർത്താവേ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ നല്ല മനുഷ്യർ ഉണ്ടാകട്ടെ, പക്ഷേ ആത്മീകരില്ലെങ്കിൽ അടുത്ത തലമുറ വഷളത്വത്തിൽ പോകും. ഇവിടെ ആത്മീകരുള്ളത് കൊണ്ടാണ് സാത്താൻ്റെ സകല കളികളും നടക്കാത്തത്, ദൈവപ്രവർത്തികൾ നടക്കുന്നത്, സ്വർഗം പ്രവർത്തിക്കുന്നത്. എല്ലാറ്റിനായും നന്ദി, എല്ലാ അനുഗ്രഹത്തിനായും നന്ദി. ഈ ജനമെല്ലാം ഇതറിയട്ടെ. സ്വർഗം കൂടെ ഇരിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. എല്ലാവരും ആത്മീകരാകട്ടെ. വഷളത്വം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടട്ടെ. ആത്മീകർക്ക് വഷളത്വത്തെ തടയാൻ പറ്റുള്ളൂ. അത് ദൈവം നിറവേറ്റണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.